ഒക്ടോബർ 1 3 ഘട്ടമായി നടന്ന ജമ്മു കാശ്മീരിലെ അസംബ്ലി ഇലക്ഷൻ പൂർത്തിയായിരിക്കുകയാണ്. ഹരിയാന അസംബ്ലി ഇലക്ഷന്റെ JP ടോക്സ് പ്രഡിക്ഷൻ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ശരിയായ ഏക പ്രഡിക്ഷൻ നമ്മുടേതായിരുന്നു. ജമ്മു കാശ്മീർ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ JP ടോക്സിന്റെ പ്രഡിക്ഷൻ ഇതാണ്. കഴിഞ്ഞ 10 വർഷങ്ങളായുള്ള ഇപ്പോഴും തുടർന്നു പോകുന്ന ഗോദി മീഡിയയുടെ ഫേക്ക് ന്യൂസിനെയും പെയ്ഡ് ന്യൂസിനെയും നേരിടാൻ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടുകൂടി ജമ്മു കാശ്മീരിനെ സ്വർഗമാക്കി എന്നാണ് മോദിയും BJPയും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതിന്റെ വെളിച്ചത്തിലായിരുന്നു ലോക്സഭാ ഇലക്ഷനിൽ BJPക്ക് 370-ൽ കൂടുതലും NDA മുന്നണിക്ക് 400-ഉം പാറിക്കാമെന്ന് മോദി കണക്കൂട്ടിയിരുന്നത്. എന്നാൽ ഫലം എന്തായി എന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ്. 10 വർഷത്തിന് ശേഷമാണ് ജമ്മു കാശ്മീരിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുപോലെ ഒരു സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശമാക്കി ഡൗൺഗ്രേഡ് ചെയ്യുക എന്നുള്ള വിചിത്രമായ കാര്യവും ഇവിടെ നടന്നു. ഇങ്ങനെ സ്വർഗമാക്കിയ ജമ്മു കാശ്മീരിൽ വെറും 62 സീറ്റുകളിൽ മാത്രമാണ് BJP മത്സരിക്കുന്നത്. വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ, അടിക്കടിയുള്ള ഭീകരാക്രമണങ്ങൾ, യുവാക്കളുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗം എന്നിവ BJPക്കെതിരെ വലിയ ജനവികാരമാണ് ഇവിടെ ഉയർത്തിയിരിക്കുന്നത്. അതിനെ ശരിവയ്ക്കുന്നതാണ് ഡേറ്റയിൽ അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ പ്രഡിക്ഷൻ കാണിക്കുന്നത്. 90 സീറ്റുകളുള്ള ഇവിടെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 46 സീറ്റുകളാണ്. ഹരിയാനയിലെ പോലെ തന്നെ ഒക്ടോബർ 8-നാണ് ഇവിടുത്തെയും വോട്ടെണ്ണുന്നത്. ഇവിടെ ഓരോ മുന്നണികൾക്കും സർക്കാർ ഉണ്ടാക്കാനുള്ള സാധ്യത. ഇന്ത്യ മുന്നണിക്ക് 97, BJPക്ക് 2, PDPക്ക് 1%. സീറ്റുകളുടെ പ്രഡിക്ഷൻ: ഇന്ത്യ മുന്നണിക്ക് 52 മുതൽ 58 വരെ, BJPക്ക് 20 മുതൽ 26 വരെ, PDPക്ക് 4 മുതൽ 8 വരെ, മറ്റുള്ളവർക്ക് 3 മുതൽ 6 വരെ. അതുപോലെ ഇന്ത്യ മുന്നണി ഇവിടെ 60 സീറ്റുകൾക്ക് മുകളിൽ നേടാൻ 27% സാധ്യതയുണ്ട്. BJPയുടെ സീറ്റുകൾ 20-ൽ താഴെ പോകാൻ 32% സാധ്യതയും കാണുന്നു. ലഭ്യമായ ഡേറ്റകൾ വെച്ച് തയ്യാറാക്കി ഈ പ്രഡിക്ഷൻ കാണിക്കുന്നത് BJPയുടെ അവകാശവാദങ്ങൾ യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല എന്നുള്ളതാണ്. നരേന്ദ്രമോദി ഇവിടെ കാര്യമായ ഇലക്ഷൻ പ്രചാരണത്തിന് ഇറങ്ങാത്തത് ഈ കാരണത്താലാണ് എന്ന് അനുമാനിക്കാം. എല്ലാ സൂചനകളും കാണിക്കുന്നത് ഒക്ടോബർ 8-ന് ഫലം വരുമ്പോൾ ഹരിയാനയിലെ പോലെ തന്നെ ജമ്മു കാശ്മീരിലും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നാണ്.